ഒരു കള്ളൻ മോഷ്ടിച്ച സ്വർണം ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റു. അത് മോഷണം മുതൽ ആണെന്നറിയാതെയാണല്ലോ ജ്വല്ലറിക്കാരൻ വാങ്ങിവെക്കുന്നതും പൈസ കൊടുക്കുന്നതും. കള്ളനെ ഒരുപക്ഷെ പോലീസ് പിടിച്ച ശേഷം ഇതേ സ്വർണം ആ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്താൽ ജ്വല്ലറി ഉടമയും പ്രതിയാകുമോ? ജയറാമിന്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അങ്ങനെ പറയാൻ ഒക്കില്ല. ജ്വല്ലറിക്കാർ പ്രതിയാവും. റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി, മോഷണ സാധനം വാങ്ങിച്ചാൽ അത് സ്വർണ്ണമാണെങ്കിലും മാലയായാലും ശരി, ഒരു കച്ചവട സ്ഥാപനത്തിൽ വരുന്നവരും പോയതെന്നെല്ലാം വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കും. കച്ചവട സാധനം സ്വർണം വാങ്ങും, വലിയ വിലയുള്ള സാധനങ്ങളാണ്. സ്വർണം സർവ്വസാധാരണ ആയിട്ട് ഇത്രയും അല്ലെങ്കിൽ കൂടുതൽ സ്വർണം ഒരാളുടെ വീട്ടിലുണ്ടാവില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നത് അത് എവിടുന്ന് സ്വന്തമായിട്ട് എവിടുന്ന് വാങ്ങിച്ചു, അത് ചിലർ പറയും ഞങ്ങൾ ഭീമായിൽ നിന്ന് പണ്ട് വാങ്ങിച്ചതാണ്, ഇത്രാം തീയതി വാങ്ങിച്ചതാണ്, മകളുടെ കല്യാണത്തിന് വാങ്ങിച്ചതാണ്, അങ്ങനെയൊക്കെ സാറിന് അവർ ചോദിക്കും. അല്ലാതെ വരുന്നവരുടെ നിന്ന് മുഴുവൻ ഇതുപോലെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടം ഒരു സ്വർണ്ണക്കടക്കാരൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ പരിധി വരും. മോഷണ സാധനം വാങ്ങിച്ചതിനകത്ത് പ്രതിയാകും. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ശകലം തരിയെങ്കിലും ജയറാമിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയറാം പ്രതിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ജയറാം നല്ലൊരു വിശ്വാസിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിന്നുള്ള പരിചയമാണ് എന്ന് ജയറാം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരാളെ ജയറാം അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ ബോധപൂർവം പറ്റിച്ചതാവാനും സാധ്യതയില്ലേ? അതിനുള്ള സാധ്യത. പോറ്റി ഒരു പറ്റീലുകാരനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ജയറാമിനെ പറ്റിച്ചതായിരിക്കാം. ജയറാം ശബരിമലയിലെ ഒരു സ്ഥിരം വിസിറ്ററാണ്, അല്ലെങ്കിൽ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, ശബരിമല ഭക്തനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ചെറിയ തരി മണി എങ്കിലും തൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചാൽ ഭക്തിപൂർവ്വം ജയറാം കൈകൂപ്പി നിൽക്കും. അതൊക്കെ ശരിയാണ്.